ഇന്നത്തെ ലോകം സാങ്കേതികമായും സാംസ്കാരികമായും പുരോഗതിയുടെ പാതയിലാണെന്ന് നാം അവകാശപ്പെടുമ്പോഴും ഇറാൻ എന്ന രാജ്യം ഇരുണ്ട യുഗത്തിന് സമാനമായ ക്രൂരതകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന പേരിൽ നിലനിൽക്കുന്ന ഭരണകൂടം തങ്ങളുടെ പൗരന്മാരുടെ മേൽ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ കേവലം രാഷ്ട്രീയമല്ല, മറിച്ച് മനുഷ്യത്വത്തിന് എതിരായ വെല്ലുവിളിയാണ്. ഓരോ ദിവസവും അവിടെ മനുഷ്യജീവനുകൾ പൊലിയുന്നു, തൂക്കുമരങ്ങൾ ഉയരുന്നു. എന്നാൽ അന്താരാഷ്ട്ര സമൂഹം ഈ ചോരപ്പുഴയ്ക്ക് നേരെ കാട്ടുന്ന മൗനം ഭയാനകമാണ്. ഇറാൻ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജയിലായി മാറിയിരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യവും വസ്ത്രധാരണ സ്വാതന്ത്ര്യവും ജീവിതരീതി എന്നിവയെല്ലാം ഭരണകൂടത്തിന്റെ കർശനമായ നിയന്ത്രണത്തിലാണ്. മൊറാലിറ്റി പോലീസ് എന്ന പേരിൽ തെരുവിലിറങ്ങുന്ന ഭരണകൂട ഗുണ്ടകൾ സ്ത്രീകളെയും യുവാക്കളെയും വേട്ടയാടുന്നു. മഹ്സ അമിനിയുടെ കൊലപാതകത്തിന് ശേഷം പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങൾ ഇറാനിലെ ഭരണകൂടത്തെ കൂടുതൽ അക്രമാസക്തമാക്കിയിരിക്കുകയാണ്. തങ്ങളെ എതിർക്കുന്ന ഓരോ ശബ്ദത്തെയും വെടിയുണ്ട കൊണ്ടോ തൂക്കുകയർ കൊണ്ടോ അടിച്ചമർത്തുക എന്നതാണ് അവരുടെ നയം. ഇറാനിലെ വധശിക്ഷകളുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. വിചാരണ പോലുമില്ലാതെ അല്ലെങ്കിൽ അന്യായമായ വിചാരണകളിലൂടെ ഓരോ മാസവും നൂറുകണക്കിന് ആളുകളാണ് തൂക്കിലേറ്റപ്പെടുന്നത്. ഇതിൽ രാഷ്ട്രീയ തടവുകാർ മാത്രമല്ല, നിസ്സാര കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്നവരും ഉൾപ്പെടുന്നു. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾ ഭീകരതയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഓരോ പ്രഭാതത്തിലും ഇറാനിലെ ജയിലുകളിൽ നിന്ന് മരണവാർത്തകൾ വരുന്നു. യുവാക്കൾ, കലാകാരന്മാർ, അത്ലറ്റുകൾ, വിദ്യാർത്ഥികൾ തുടങ്ങി ഇറാന്റെ ഭാവിയാകേണ്ടവരാണ് ഇവിടെ ഇല്ലാതാകുന്നത്. ഏറ്റവും വേദനാജനകമായ വസ്തുത ലോകരാഷ്ട്രങ്ങളുടെ നിസ്സംഗതയാണ്. ഉക്രൈനിലോ ഗസയിലോ ഒരു സ്ഫോടനം നടക്കുമ്പോൾ ലോകം മുഴുവൻ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നു. എന്നാൽ ഇറാനിൽ സ്വന്തം ജനതയെ ഭരണകൂടം കൊന്നൊടുക്കുമ്പോൾ ലോകം മൗനം പാലിക്കുന്നു. പാലസ്തീനികൾക്ക് വേണ്ടി ഐക്യദാർഢ്യ സമരവുമായി ഇറങ്ങുന്നവർ ഇറാനിലെ സാധാരണക്കാർക്ക് നേരെ കണ്ണടയ്ക്കുന്നു. ഇരുവാദമുയർത്തി ജൂതവിരുദ്ധതയും അക്രമവും ന്യായീകരിക്കുവാൻ ഖത്തർ, ഇറാൻ ഫണ്ടഡ് മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ ഇതേ മാധ്യമങ്ങൾ തങ്ങൾക്ക് വൻതോതിൽ പണം നൽകുന്ന അറബ് രാജ്യങ്ങളിലെ കൂട്ടക്കൊലകളെ മനഃപൂർവ്വം പുറത്തു കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം എണ്ണ, പ്രകൃതിവാതക വിപണിയിലെ ഇറാന്റെ സ്വാധീനം പല രാജ്യങ്ങളെയും മൗനം പാലിക്കാൻ പ്രേരിപ്പിക്കുന്നു. ആണവ കരാറുകൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുമ്പോൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഇറാന്റെ സഹകരണം നഷ്ടപ്പെടുമെന്നും പല പാശ്ചാത്യ രാജ്യങ്ങളും ഭയക്കുന്നു. മധ്യേഷ്യയിലെ സ്വാധീനം നിലനിർത്തുവാൻ റഷ്യയും ചൈനയും പോലുള്ള ശക്തികൾ ഇറാന് നൽകുന്ന പിൻബലം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ ദുർബലമാക്കുകയും ചെയ്യുന്നു. ഇറാനിലെ വിപ്ലവം ഇന്ന് നയിക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീ, ജീവിതം, സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കിയിരിക്കുന്നു. ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്നതിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോഴും ഇറാനിയൻ സ്ത്രീകൾ പോരാട്ടം തുടരുന്നു. ഈ ധീരതയെ അംഗീകരിക്കുവാനോ അവർക്ക് പിന്തുണ നൽകുവാനോ ലോകരാജ്യങ്ങൾ തയ്യാറാകാത്തത് ആധുനിക ജനാധിപത്യത്തിന് ഏൽക്കുന്ന വലിയ പ്രഹരമാണ്. ഇറാനിൽ നടക്കുന്നത് കേവലം ഭരണകൂട വിരുദ്ധ പോരാട്ടമല്ല, മറിച്ച് ഒരു ജനതയ്ക്ക് നേരെ ആ രാജ്യത്തെ ഭരണകൂടം നടത്തുന്ന വംശഹത്യയാണ്. സ്വന്തം ജനതയുടെ സ്വപ്നങ്ങളെയും ജീവിതത്തെയും ഇല്ലാതാക്കുന്ന ഒരു വ്യവസ്ഥിതിയെ ഒരു കാരണവശാലും ന്യായീകരിക്കുവാൻ കഴിയില്ല. ഇറാന്റെ ക്രൂരതകളെ മതത്തിന്റെയോ ആചാരത്തിന്റെയോ പേരിൽ ന്യായീകരിക്കുന്നത് അറിവില്ലായ്മയാണ്, മറിച്ച് ക്രിമിനൽ കുറ്റമാണ്. മനുഷ്യജീവന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല വിലയാണോ? ഇറാനിലെ ഒരു യുവാവിന്റെ ജീവന് ലണ്ടനിലെയോ ന്യൂയോർക്കിലെയോ ഒരാളുടെ ജീവന്റെ അത്രയും വിലയില്ലേ? അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്തകളെ ബോധപൂർവം തമസ്കരിക്കുകയാണ്. ഹോളിവുഡും ആഗോള സെലിബ്രിറ്റികളും പിന്നെ കേരളത്തിൽ പാലസ്തീനു വേണ്ടി മുതലക്കണ്ണീരൊഴുക്കിയ പുരോഗമനവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സെലിബ്രിറ്റികളും മറ്റു വിഷയങ്ങളിൽ കാട്ടുന്ന ആവേശം ഇറാന്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നത് അവരുടെ ഇരട്ടത്താപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇറാനിലെ ജനതയെ തനിച്ചാക്കരുത്. ഉപരോധങ്ങൾ ഭരണകൂടത്തെ തളർത്തുന്നതിനേക്കാൾ ഉപരിയായി സാധാരണക്കാരെയാണ് ബാധിക്കുന്നത്. അതിനാൽ ഭരണകൂടത്തിലെ ഉന്നതർക്കെതിരെയും അവരുടെ കുടുംബങ്ങളുടെ വിദേശ സ്വത്തുക്കൾക്കെതിരെയും കർശന നടപടി ഉണ്ടാകണം. ഇറാനിലെ ഓരോ വധശിക്ഷയും അന്താരാഷ്ട്ര കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടണം. ഇറാൻ ഇന്നൊരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ്. പക്ഷേ ആ മാറ്റത്തിന് വലിയ വിലയാണ് ആ ജനത നൽകുന്നത്. ഓരോ ദിവസവും മരിച്ചു വീഴുന്ന നിരപരാധികൾ ലോകത്തിന്റെ മനസാക്ഷിക്ക് മുന്നിലെ ചോദ്യചിഹ്നങ്ങളാണ്. നമ്മൾ ഇന്ന് മൗനം പാലിച്ചാൽ നാളെ ചരിത്രം നമ്മളെയും ഈ ക്രൂരതയുടെ ഭാഗമായി രേഖപ്പെടുത്തും. മറ്റൊരാൾക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ ആരുമില്ലാത്ത അവസ്ഥ എന്ന ഭീകരതയിലേക്കാണ് നാം നീങ്ങുന്നത്. ഇറാനിലെ തെരുവുകളിൽ ഒഴുകുന്ന രക്തത്തിന് ലോകത്തിന് മറുപടി നൽകിയേ തീരൂ. നീതി വൈകുന്നത് നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ്. ഇറാൻ സ്വതന്ത്രമാകട്ടെ. അവിടുത്തെ മനുഷ്യർക്ക് ഭയമില്ലാതെ ശ്വസിക്കാൻ കഴിയട്ടെ.